സഖാക്കന്മാർ തല്ലിത്തകർത്ത വാഹനങ്ങളുടെ കാശ് ED കൊടുത്തിരിക്കും. ഒന്നും കാണാതെ ED ഈ കാശൊന്നും ഒരിക്കലും ചെയ്യില്ല അവർ. അതായത് മെയ് 27-ന് പിണറായി വിജയൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുത്ത ബിനീഷ് കോടിയേരിയുടെ ടീം തിരുവനന്തപുരത്ത് അഴിഞ്ഞാടിയപ്പോൾ അടിച്ചു ചേർത്തത് 3 കാർ. അതിൽ ശ്യാംരാജ് എന്ന് പറയുന്ന CITU നേതാവിൻ്റെ കാറ് പൂർണ്ണമായും അടിച്ചു ചേർത്തു. 1,75,000 രൂപയുടെ പണിയാണ് ഈ കാറിനുണ്ടായിരുന്നത്. അതിന് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ വന്നപ്പോൾ ഈ കാറ് പുറത്തിറക്കാൻ കഴിയാതെ, പണി കഴിഞ്ഞ് പുറത്തിറക്കാൻ കഴിയാത്ത വിധം ഇയാൾ കടക്കണിയിലാണ് എന്നൊരു വാർത്ത വന്നു. ഇതേ തുടർന്നാണ് ED ഇടപെട്ട് ആ പൈസ കൊടുക്കാം എന്ന് അറിയിച്ചത്. അതുപോലെ തന്നെ മറ്റു 2 കാറുകൾക്കും ഇൻഷുറൻസ് കഴിച്ചിട്ടുള്ള പൈസ അതെല്ലാം അനുവദിച്ചു. അത് ഇന്നലെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു. ഇവിടെ ശരിക്കും CPM ഒന്നുകൂടി വെട്ടിലാകുന്ന ഒരവസ്ഥയാണ്. നേതാക്കന്മാർ പറഞ്ഞില്ല, ഞങ്ങൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ഞങ്ങളെ സ്വന്തം സഹാവാണ്, ഞങ്ങൾ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ചപ്പോൾ ഏത് പൈസ എവിടുത്തെ പൈസ എന്നായി. അത് ഞങ്ങളെ തരുന്ന തെറ്റായ സന്ദേശം നൽകും, ഞങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വലിയ തമാശ നടക്കുന്നുണ്ട്. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താ? കർത്തായുടെ കൈക്കൂലിയാണ്, പിണറായിക്ക് വേണ്ടിയുള്ള കൈക്കൂലിയാണ് മകളുടെ പേരിൽ കൊടുത്തത് എന്ന് കർത്തയും മൊഴി കൊടുത്തു. ഞാൻ അതാണ് വാങ്ങിച്ചതെന്ന് മകളും സമ്മതിച്ചു. ഈ പറഞ്ഞ 25 പേരാണ് ഇവിടെ കിടക്കുന്നത്. കുറെ നാളായിട്ട് പൂജപ്പുര. അതിൽ ഏറ്റവും ദുരന്തമെന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിലെ ഒരു പ്രതി മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ ഇല്ലേ, ആറ്റുകാൽ ഉണ്ണി എന്നറിയപ്പെടുന്ന CPMൻ്റെ മുൻ കൗൺസിലർ. ഈ മുൻ കൗൺസിലറുടെ പിതാവ് മരിച്ചു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ പിതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ പ്രതിയായിട്ടുള്ള ആറ്റുകാൽ ഉണ്ണി കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാത്തിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് 3 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം കോടതി അനുവദിച്ചു. ഈ 3 ദിവസം, ആദ്യത്തെ ദിവസം വന്നു അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. ഇനി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കോടതിയിലേക്ക് പോകണം. എന്നിറങ്ങാൻ പറ്റും, എന്തൊക്കെ കൊടുക്കണം, എത്ര രൂപ നഷ്ടമാകുന്നൊന്നും ഇതുവരെ ആറ്റുകാൽ ഉണ്ണിക്കും പിടിയില്ല, ഇവിടുത്തെ CPMകാർക്കും പിടിയില്ല. പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്ത ബിനീഷ് കോടിയേരിക്കും അറിയില്ല. മാത്രമല്ല ED ഇനി ഇവരെ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അതാണ്. മാത്രമല്ല അവർ ഓൾറെഡി ED 1 കോടി രൂപ വീതം 7 ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവർ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. 7 കോടി രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരാൾക്ക് 1 കോടി രൂപ. അത് മാനസിക സമ്മർദ്ദം അടക്കമാണ്. അവർക്ക് ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, അവരത് കണ്ട് ഭയന്നു പോയതിനെക്കുറിച്ച് അവരുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിലേക്കുണ്ടായ ആക്രമണം. 7 കോടി രൂപയാണ് ചോദിക്കുന്നത്. മാത്രമല്ല EDക്ക് വേണ്ടി നല്ല കേസും ഫീസുമുള്ള വക്കീലന്മാരായിരിക്കും ഹാജരാകുന്നത്. അതെ, അവരുടെ കോടതി ചെലവും എല്ലാം കൊടുക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ ഈ കാറ് തകർത്ത വകയിലുള്ള കാശും കൂടെ കൂട്ടി നല്ല തുകയാകും. 25 പേരുണ്ട്. എല്ലാവരും കൂടെ വീതിച്ചെടുത്താലും ഈ 7 കോടി ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാശ് കാണും വീട്ടിലേക്ക്. അല്ല, ഇത് പാവപ്പെട്ടവരല്ലേ, നേതാക്കന്മാരില്ലല്ലേ ഈ കൂട്ടത്തിൽ. അതെ, അല്ലെങ്കിൽ നേതാക്കന്മാർ കൊടുക്കണം പൈസ. മക്കള് വിദേശത്ത് പട്ടുപത്തെ കിടന്ന് ഉറങ്ങുന്ന നേതാക്കന്മാരുണ്ടല്ലോ, പിരിവിട്ട് കൊടുക്കണം പൈസ, അല്ലെങ്കിൽ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ഇതിനകത്ത് വേറൊരു വലിയ ദുരന്തം കൂടിയുണ്ട്. നമ്മുടെ ഈ മുട്ട നേരത്തെ സംഭരിച്ച് കൊണ്ടുവന്ന് ആസ്വദിച്ച് മുട്ട എറിഞ്ഞ് ഓംലെറ്റ് ഉണ്ടാക്കി, കാറിൻ്റെ ചില്ലിലെറിഞ്ഞ് ഓംലെറ്റ് മോഡൽ. അതെ, അതിന് നേതൃത്വം കൊടുത്ത് ചിരിച്ചുല്ലസിച്ച് നിന്ന IP ബിനു. അയാളുടെ കാര്യം ഭീകര അവസ്ഥയാണെന്ന് പറയും. അയാൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ്. ആ പറഞ്ഞ ഈ IP ബിനുവിനെ കഴിഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് വില കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. CPMൻ്റെ കാലത്ത് വിലസി നടന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും മുന്നിൽ നിന്ന് വിലസി നടന്ന് ഈ നിയമസഭ അതായത് ബിനീഷ് കോടിയേരിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ വാർത്ത പുറത്തു വരുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ദയനീയമായിട്ട് തോന്നുന്നത്. പിണറായി വിജയൻ കൈക്കൂലി മേടിച്ചതാണെന്ന് ഈ അക്രമത്തിന് പോയവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ അക്രമത്തിന് പോയവർക്ക് അറിയാം. പക്ഷേ നമ്മളങ്ങ് ഇറങ്ങിയല്ലേ പുള്ളി ചോദിച്ചപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അല്ല, അതിന് മുമ്പേ ഇറങ്ങിയായിരുന്നു. ഇവിടെ കുഴപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി ത്രില്ലടിച്ച് കയറി. പിണറായി വിജയന് ചുറ്റിനും 4 പേര് കൂടുമ്പോഴാണല്ലോ ധൈര്യം. ഒറ്റയ്ക്ക് ധൈര്യമില്ലല്ലോ. അല്ലാത്തപ്പോൾ നമ്മുടെ പിന്നെ ഹൈ റേഞ്ച് ഹക്കീമിനെ പോലാണ്, പേടിയാണ്. ഈ ഒരുപാട് പേര് കൂടുന്നു, ഇത്ര ആൾ കൂടുന്നു, അവർ ഘോരഘോരം ഗർജിക്കുന്നു, ഒറ്റ ഇടി ഇരുന്ന് വെളിയിലിറങ്ങത്തില്ല. EDക്കാരൻ ഒറ്റ ഒരുത്തൻ ജീവനോടെ പോയില്ല, കൊല്ലടാ അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ അവരെ തകർത്തത് ഈ സമാന്തര ഓപ്പറേഷൻ. സത്യത്തിൽ ആ ബിനീഷ് കോടിയേരി ചെയ്തത് ഒരു കണക്കിന് നല്ല കാര്യമാണെങ്കിൽ പോലും മറുവശത്തൂടെ ഒരുപാട് നിരപരാധികൾ ഇതിനകത്ത് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ
ഇത്രയും ED-യെ കയറി രൂക്ഷമായിട്ട് ആക്രമിച്ചുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും. മാത്രമല്ല അന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുതരാന്നല്ലേ പ്രതികളാണ്. അതെ, നിങ്ങൾ നിൽക്കുക, വെയിറ്റ്, ഞങ്ങൾ വിട്ടുതരാൻ പ്രതികളാണ്, ഞങ്ങൾ പ്രതികളെ ഹാജരാക്കി തരാം, നിങ്ങൾ ഇങ്ങോട്ട് കയറണം, ഞങ്ങൾ തരാം. അപ്പോൾ ഇതെല്ലാം കേട്ട് ആഹ്ലാദിച്ച് ഇവർ നിന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ 7 കോടി രൂപ നഷ്ടം, അതിലൊക്കെ ഉപരി ഇന്നലത്തെ ഈ ആറ്റുകാൽ ഉണ്ണിയുടെ ആ അനുഭവത്തെക്കുറിച്ച് ആരോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ എന്താ എവിടെയാണ് അയാളുടെ വീട്? മണക്കാട്, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ. അപ്പോൾ ആ വഴി കൂടി പോകുമ്പോൾ പെട്ടെന്നൊരു ബോർഡ് കണ്ടു, ഈ ഒരാൾ മരിച്ചതിൻ്റെ ഒരു ബോർഡ്. അവിടെ വലിയ ആൾക്ക് അപ്പോൾ നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ മറ്റേ പുള്ളി അകത്താണ്, മകന് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല അച്ഛനെ എന്നൊക്കെ പറഞ്ഞ് വളരെ ദയനീയമായ ഒരു അവസ്ഥ. ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ പിണറായിയും മകളും പട്ടുമെത്തയിൽ സുഖമായി ശയിക്കുന്നു. ഗൾഫിൽ മോൻ അവിടെ അത്യാഡംബര വില്ലയിൽ നടക്കുന്നു. പക്ഷേ ഇവർക്ക് സൂഹിക്കാൻ പറ്റുമല്ലോ. ഇപ്പം മനസ്സമാധാനം കുറവായിരിക്കും. കാരണം മനസ്സമാധാനമില്ല. പണ്ട് വരും, അധികാരം ഉണ്ടായിരുന്നു, ഇവര് പിന്നെ കൊല്ലും കൊലയ്ക്കും അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരം ഒരു ദയനീയ അവസ്ഥ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇനിയും ED എന്നല്ല, ഈ നാട്ടിൽ നടക്കുന്ന ഏത് കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനും പുറകെ ഇവിടുത്തെ ഒറ്റ CPM-കാരനും പോകാൻ കഴിയാത്ത വിധമാണ് ഈ അനുഭവങ്ങൾ. കാരണം യവന്മാരെ രക്ഷിക്കാൻ പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോണ ഗതി ഇതായിരിക്കുമെന്നാണ്. മുൻ മന്ത്രി അപ്പൂപ്പൻ ഈ പാവപ്പെട്ട മന്ത്രിയുടെ വീട്ടിൽ പോയിരുന്ന് ചിത്രം എടുത്തിട്ടപ്പോൾ പിറ്റേന്ന് മന്ത്രി അപ്പൂപ്പൻ്റെ കൊട്ടാരത്തിൻ്റെ പടം തിരിച്ചിപ്പുറത്ത് വന്നു. അതോടെ പിന്നെ മന്ത്രി അപ്പൂപ്പൻ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോകണം നടത്തി. ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ തന്നെയാണ് എല്ലാ കാലത്തും ഇവർക്കിട്ട് തല്ലുകൊള്ളാൻ പോയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആവർത്തന വിരസ ഉണ്ടെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, ഈ പിണറായി വിജയനെതിരെ അവിടെ നിന്ന് ED-യുടെ റെയ്ഡ് പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിൽ നടക്കുമ്പോൾ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല സഖാവിനെ എന്ന് പറഞ്ഞിട്ട് ഇത്തരം വേട്ടകൾ ഒരുപാട് നിങ്ങൾ പല രീതിയിൽ വേട്ടയാടാൻ തുടങ്ങി. ബ്രണ്ണൻകുളത്തിൻ്റെ മുമ്പിൽ പ്രത്യേക ആക്ഷൻ സഹിതം വേട്ടയാടാൻ തുടങ്ങിയാണ് നിങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇനി ഞങ്ങളുടെ നേതാവിനെ വിട്ടുതരില്ല, ഈ സൂപ്പർ സ്റ്റാർ പിണറായി ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് എല്ലാ മുക്കിനും മൂലയ്ക്കും കൊണ്ട് ഫ്ലെക്സും അടിച്ചു വെച്ചു. മൊത്തം അടുത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി. പിണറായിയെ വേട്ടയാടുന്നതിന് ED-ക്കെതിരെ ഡൽഹിയിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും ജയിക്കും ED-യുടെ ഓഫീസിലോട്ടാണ് മാർച്ച് നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പുറത്തു വന്ന വാർത്ത എന്താ? കരിമണൽ കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്ത ED-ക്ക് മൊഴി കൊടുത്തിരിക്കുകയാണ്, എനിക്ക് ഈ പറയുന്ന പിണറായിയുടെ മകൾ ഒരു സേവനവും തന്നിട്ടില്ല, ഞാൻ പണം കൊടുത്തത് പിണറായി വിജയന് വേണ്ടിയാണ്. തീർന്ന്. രണ്ടാമത്തെ അടുത്ത മൊഴി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുടെ, ഞാൻ ഒരു സേവനവും ശ്രീധരൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്ത്? ഇത് രണ്ടും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഇത് ED അടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഈ പറയുന്ന പിണറായി വിജയൻ്റെ 7 കോടി രൂപ സംഘടിപ്പിക്കാൻ ഈ യവന്മാരെയൊക്കെ മക്കളെടുത്ത് പ്രത്യേകം പറയുക. വിദേശങ്ങളിൽ എല്ലായിടത്തും ബിസിനസ് ചെയ്തും സകല തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തി സമ്പാദിച്ച പൈസ എല്ലാവരും കൂടെ ഷെയർ ഇട്ടാൽ മതി. 7 കോടി രൂപ 7-8 കോടി രൂപ തിരിക്കാന്നുള്ളേ ഉള്ളൂ. ആരോട് കാഞ്ചി ചെയ്ത് കൊടുക്കും? പിണറായി അടിച്ചു മാറ്റിയ പണം കമല ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ ഈ പിള്ളേർക്ക് കൊടുത്ത് ഇവരെ ഇറക്കി വിടാനുള്ള ദയവ് കാണിക്കണം, അല്ലേ? അതെ, അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് ഇതുപോലെ വീട്ടുകാരുടെ അന്ത്യകർമ്മങ്ങൾ പങ്കെടുക്കേണ്ടി വരും, കല്യാണം കഴിക്കാൻ പറ്റില്ല, ജോലി കിട്ടൂല, എന്നിനിയും പുറത്തു വരുമെന്നുള്ള. ഇനി കുറ്റപത്രം കൂടെ സമർപ്പിച്ച പിന്നെ അതിനുശേഷം വിചാരണയുടെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും പുറത്തു വരിക. അപ്പോഴും ഈ വമ്പൻ തുക നഷ്ടപരിഹാരം ഇവിടെ കിടക്കും. ഇതൊരു നല്ല പാഠമാണ്. എന്തിനെ ഏതിനെ അഹങ്കാരത്തോടെ കാണുന്ന, ഞങ്ങളെ കഴിഞ്ഞ് ആരുമില്ലെന്ന് കാണുന്ന CPM-ൻ്റെയും DYFI-യുടെയും ഒക്കെ നേതാക്കൾ ചിന്തിച്ചോളുക. എന്ത് തരികിടയ്ക്കും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഈ പിണറായി വിജയനോ വീണ തൈക്കണ്ടിയോ ഒന്നും നമ്മൾക്കൊപ്പം കാണില്ല. അനുഭവിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഇത്തരം മണ്ടത്തരങ്ങൾക്ക് ഇറങ്ങുന്ന യുവാക്കൾക്ക് അവരെ നമ്മൾ അന്തം കമ്മികൾ എന്ന് വിളിച്ചാൽ പോരാ, വേറെ എന്തെങ്കിലും പുതിയ പേര് കണ്ടെത്താൻ. ഇവർ പലരും പാവപ്പെട്ട വീടുകളുള്ള ആളുകളാണ്. കഷ്ടമാണ് അവരൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പാർട്ടിയാണ് അവർക്കെല്ലാം. ഇതൊരു തരം എന്താ പറയുന്നത്, അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം തലയ്ക്ക് പിടിക്കുമ്പോഴാണ് നമ്മൾ ദുർമന്ത്രവാദത്തിലേക്കും മനുഷ്യബലിയിലേക്കും ഒക്കെ പോകുന്നത്. അതേപോലെ അന്ധവിശ്വാസമാണ് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളുള്ള മനുഷ്യൻ്റെ ഈ ഒടുങ്ങാത്ത ഇഷ്ടവും സ്നേഹവും. നമ്മുടെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഭാര്യ മക്കളെയൊക്കെ കൂടുതൽ പാർട്ടിയെ സ്നേഹിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. പാർട്ടിയെ സ്നേഹിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ കാട്ടുകള്ളന്മാരെ സ്നേഹിക്കാനും ഇവരെ മക്കൾക്ക് ഓശാന പാടാനും ഇതുപോലെ കൊടി പിടിക്കാനും വണ്ടി അടിച്ച് പൊട്ടിക്കാനും ഒക്കെ പോയാൽ ഇതായിരിക്കും അവസ്ഥ.